ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് നല്ല അടിപൊളി പാലപ്പാട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ബൗളിൽ കുറച്ച് തേങ്ങ, കുറച്ച് ചോറ്, ഒരു അരക്കപ്പ് ചോറ്, അരക്കപ്പ് തേങ്ങ, അതിലേക്ക് കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് പഞ്ചസാര, പിന്നെ വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ നല്ല പോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. എന്നിട്ട് ഒരു ചട്ടിക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ കയ്യിൽ വെച്ച് ഇളക്കുക. ഉപ്പിട്ട് കൊടുക്കാൻ പറ്റില്ല, ഇപ്പോൾ ഉപ്പിട്ട് കൊടുക്കാൻ പാടില്ല. എന്നിട്ട് മൂടി വെച്ചിട്ട് രാത്രി അരച്ച് വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം നോക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് പൊന്തിയിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് പൊന്തി കഴിഞ്ഞിട്ട് കയ്യിൽ വെച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കഴിഞ്ഞിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് വട്ടത്തിൽ ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് വേവിക്കുക. എന്നിട്ട് തുറന്ന് നോക്കുമ്പോണ്ടല്ലോ അടിപൊളി സോഫ്റ്റ് പാലപ്പം കിട്ടും കണ്ടോ. നല്ല പഞ്ഞി പോലെ വന്നിട്ടുണ്ട്. എടുത്തപ്പത്തിന് കുഴഞ്ഞു പോയിട്ടുണ്ട്. അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള പാലപ്പാട്ടോ, അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റുള്ള പാലപ്പാണ്. ഇതിന് ഉഴുന്ന് വേണ്ട, പാലപ്പപ്പൊടി